കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം കിട്ടാത്തതിൻ്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയ അധ്യാപിക അലീനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയായിരുന്ന അലീനയ്ക്ക് കഴിഞ്ഞ 6 വർഷമായി ₹1 പോലും ശമ്പളമായി ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഇന്നലെ നമ്മൾ അലീനയുടെ പിതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും ₹1 പോലും ലഭിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ അറിയിച്ച പത്രക്കുറിപ്പിൽ ഈ വാർത്തകളെല്ലാം നിഷേധിക്കുന്നതായിരുന്നു. സ്ഥിരം നിയമനം നടത്തിയതാണ്, നിയമനത്തിലടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാക്കിയത് സർക്കാരിൻ്റെ ഇടപെടലാണ്, സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലില്ലാത്തതാണ്, ഇവർക്ക് കൃത്യമായി ഒരു തുക നൽകുന്നുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ആ പത്രക്കുറിപ്പിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വസ്തുതയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ നടക്കും? മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതും തുടർന്നുള്ള ചടങ്ങുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും എന്തെല്ലാമാണ്? ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കട്ടിപ്പാറയിലെ അലീന ബെന്നിയുടെ വീടിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഇത്തരത്തിൽ താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ് അലീന. എന്നാൽ 6 വർഷക്കാലമായിട്ടും ഒരു തരത്തിൽ ₹1 പോലും ശമ്പളം ഇനത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ മനോവിഷമം ഉണ്ടായിരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ുള്ള കാര്യങ്ങൾ കുടുംബം ആരോപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് നമ്മൾ പലവട്ടം ഇതിന്റെ ഒരു വസ്തുത എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ രൂപത മാനേജ്മെന്റുമായി, കോർപ്പറേറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ പ്രതികരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. പിന്നീട് രാത്രിയാണ് ഒരു പത്രക്കുറിപ്പിലൂടെ അവർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിൽ സ്ഥിരം നിയമനം അലീനയ്ക്ക് നൽകാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി AEOയ്ക്ക് അതിന്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ നൽകാനുള്ള പേപ്പറുകളെല്ലാം നൽകിയിരുന്നു. 1 വർഷക്കാലം മുൻപ് 2021 നൽകിയിരുന്നു. എന്നാൽ അത് മുൻപോട്ട് പോകാത്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലില്ലാത്തതാണ്, അനാസ്ഥയാണ്. അത് അത്തരത്തിലുള്ളൊരു കാരണം കൊണ്ടാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായും തന്നെ ഇത് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അവർ കൈയൊഴിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ മുകളിൽ കെട്ടിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിൽ അവർ പറയുന്നത് ഈ പണം ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ ഒരു നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ ആ ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുടുംബം ഇപ്പോഴും അതിൽ നിന്നും ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു നിയമനത്തിന്റെ ഭാഗമായി പണം വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 13 ലക്ഷത്തോളം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് കുടുംബം ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 6 വർഷക്കാലമായി 2 സ്കൂളുകളിലായിരുന്നു ഈ പെൺകുട്ടി ജോലി ചെയ്തിരുന്നത്. ഒന്ന് കട്ടിപ്പാറയിലുള്ള ഹോളി ഫാമിലി എന്ന സ്കൂളിലും അതോടൊപ്പം തന്നെ കോടഞ്ചേരിയിലെ LP സ്കൂളിലും. ഈ 2 സ്കൂളുകളിലാണ് വർക്ക് ചെയ്തിരുന്നത്. കട്ടിപ്പാറയിൽ 5 വർഷക്കാലം വർക്ക് ചെയ്തു. ഈ 5 വർഷക്കാലം ജോലി ചെയ്തപ്പോൾ ഒരു തരത്തിലുള്ള ശമ്പളവും ₹1 പോലും ശമ്പള ഇനത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സ്ഥിരം നിയമനമാക്കും എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പലതരത്തിലുള്ള തടസ്സവാദങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മറ്റ് ഈ ഭിന്നശേഷി സംവരണം അടക്കമുള്ള കാര്യങ്ങൾ അത് നികത്തിയാൽ മാത്രമേ മറ്റ് തസ്തികകളിൽ നിയമനം നടത്താനാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിയമനത്തിന്റെ ഉത്തരവ് വരാൻ വൈകുന്നത് അല്ലെങ്കിൽ സ്ഥിര നിയമനത്തിനുള്ള അംഗീകാരം ലഭിക്കാത്തത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോർപ്പറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരത്തിലല്ല, കൃത്യമായിട്ടുള്ള ഇടപെടൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥിര നിയമനം എന്ന അംഗീകാരം ലഭിക്കുമായിരുന്നു, അങ്ങനെ ജോലിയിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു എന്നും പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കട്ടിപ്പാറയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരത്തിലാണ് അലീന ജോലി ചെയ്തിരുന്ന കോടഞ്ചേരി സ്കൂളുള്ളത്. ഇവിടെ നിന്നും അവിടേക്ക് പോയി വരിക എന്ന് പറയുന്നത് പോയി തിരിച്ചു വരുന്നതിന് തന്നെ ഏകദേശം 50 കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിക്കണം. അങ്ങനെ ദിവസവും സഞ്ചരിച്ച് പോയി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ ഈ ഒരു ശമ്പളം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഏകദേശം 6 വർഷത്തോളം കാലം ഈ മാനേജ്മെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റിന്റെ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കോർപ്പറേറ്റിന്റെ കീഴിൽ ഇവർ വർക്ക് ചെയ്യുന്നു. പക്ഷേ ₹1 പോലും ശമ്പള ഇനത്തിൽ ലഭിക്കുന്നില്ല, യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് കോർപ്പറേറ്റ് മാനേജറുടെ അടുത്ത് ചെന്ന് പെൺകുട്ടിയുടെ പിതാവ് ബെന്നിച്ചേട്ടൻ അടക്കമുള്ള ആളുകൾ നിശ്ചിത ഇടവേളകളിൽ അവരെ പോയി കാണുകയും ഇക്കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. അവർ അപ്പോഴും ഈ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ
വിദ്യാഭ്യാസ വകുപ്പിന്റെ തലയിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കെട്ടിവെക്കുന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടം മുതൽക്കേ തന്നെയുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. നെൽവി സൂചിപ്പിച്ചതുപോലെ തന്നെ അലീനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് 4 മണിയോടുകൂടിയാണ് മൃതസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. കട്ടിപ്പാറയിലെ പള്ളിയിലാണ് മൃതസംസ്കാരം ശരി നടക്കുക. അതിനുശേഷം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.